ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവും കുടുംബവും കുറ്റക്കാരെന്ന് കോടതി. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കുറ്റം ചുമത്തിയത്. കുടുംബം ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു. വലിയ ഗൂഢാലോചനയുണ്ടെന്നും പ്രത്യേക ജഡ്ജി വിശാൽ ഗോഗ്നെ നിരീക്ഷിച്ചു. ലാലു പ്രസാദും കുടുംബവും സമർപ്പിച്ച കുറ്റമുക്തമാക്കൽ ഹർജി കോടതി തള്ളി. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനുണ്ട്. തൗഫീഖ്, ലാലുവും കുടുംബവും എങ്ങനെയാണ് ഈ കുറ്റത്തിൽ പങ്കാളികളാവുന്നത്? എന്താണ് കോടതി വിധിച്ചത്? അപ്പോൾ ജോലിക്ക് പകരമായി ഭൂമി വാങ്ങിയെന്ന കേസിലാണ് ലാലു പ്രസാദ് യാദവും കുടുംബവും കുറ്റക്കാരാണെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവും ഭാര്യയും മക്കളും അടക്കം കുറ്റക്കാരനെന്നാണെന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുടുംബം ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു. വലിയ ഗൂഢാലോചനയുണ്ടെന്നും പ്രത്യേക ജഡ്ജി വിശാൽ ഗയ പറഞ്ഞു. യാദവും കുടുംബവും സമർപ്പിച്ച കുറ്റവിമുക്തലാക്കൽ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ ഒരു ഉത്തരവ്. റെയിൽവേ മന്ത്രാലയത്തെ തന്റെ സ്വകാര്യ സ്വത്തായി യാദവ് ഉപയോഗിച്ചെന്നും പൊതുതൊഴിൽ വിലപേശലിനായി ഉപയോഗിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും അടുത്ത സഹായികളുടെയും ഒത്താശയോടെ യാദവും കുടുംബവും ഭൂമി സ്വന്തമാക്കിയെന്നും ജഡ്ജി ഉത്തരവിലൂടെ പറയുന്നുണ്ട്. കേസിൽ 41 പേർക്കെതിരെ കോടതി കുറ്റം ചുമത്തുകയും 52 പേരെ വെറുതെ വിടുകയുമാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ കേസിൽ ലാലുവും കുടുംബവും വിചാരണ നേരിടേണ്ടി വരും. CBI സമർപ്പിച്ച പരിശോധനാ റിപ്പോർട്ട് കേസിൽ CBI പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റപത്രത്തിൽ പേരുള്ള 103 പേരിൽ 5 പേർ മരിച്ചുവെന്നും പ്രസ്താവനയിൽ CBI പറയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ലാലു പ്രസാദ് യാദവിനും തേജസ്വി യാദവിനും കുടുംബത്തിനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. BJP ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും. വിചാരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് കൂടി ഇപ്പോൾ CBI കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉടനീളം BJPയുടെ പ്രധാന ഇലക്ഷൻ ക്യാമ്പയിനായിരുന്നു ഈ അഴിമതി കേസ്. അഴിമതി കേസിൽ ഒരു തരത്തിലുള്ള പങ്കുമില്ലെന്നും ഇത് രാഷ്ട്രീയമായി തന്നെ വേട്ടയാടലിന്റെ ഭാഗമാണെന്നും കൂടിയായിരുന്നു തേജസ്വിയുടെയും അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവും എല്ലാം നിരന്തരം പറഞ്ഞിരുന്നത്. എന്നാൽ അതെല്ലാം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇവർക്ക് ഈ കേസിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്, അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കൂടിയാണ് ഇപ്പോൾ ജഡ്ജി അറിയിച്ചത്. തൗഫീഖ്, ഈ കുടുംബം എന്ന് പറയുമ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ എല്ലാ മക്കളും ഉൾപ്പെടുന്നതാണ്. ഭാര്യ റാബ്രി ദേവിയും മക്കളായ തേജസ്വി യാദവ് അടക്കമുള്ളവർ എല്ലാവരും ഉൾപ്പെടുന്നതാണോ? ചില മക്കളൊക്കെ ലാലു പ്രസാദ് യാദവുമായി ഇടഞ്ഞാണല്ലോ നിൽക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവ് അതോടൊപ്പം തന്നെ ഭാര്യ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവരെയാണ് ഇതിൽ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് ലഭിക്കുന്നത്. കോടതിയുടെ വിശദ റിപ്പോർട്ട് ഉത്തരവ് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അത് പുറത്തു വന്നാൽ മാത്രമേ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്നത് കൃത്യമായി അറിയാൻ പറ്റുകയുള്ളൂ. 41 പേർക്കെതിരെയാണ് കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത്. ആ 41 പേരുടെ ലിസ്റ്റ് അല്പസമയം തന്നെ കോടതിയിൽ നിന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ ഉണ്ടാവുക. നിലവിൽ ഈ കുടുംബം പൂർണ്ണമായും കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ പേരുണ്ട് എന്ന കാര്യം അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഒരു സിൻഡിക്കേറ്റായി ഈ കുടുംബം പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള നിരീക്ഷണവും കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഭരണത്തെ പൂർണ്ണമായും അവരുടെ കയ്യിലാക്കിക്കൊണ്ട് കുടുംബത്തിന് വേണ്ടി ഇതെല്ലാം ഈ അഴിമതിയെല്ലാം ചെയ്തു എന്നതാണോ? വലിയ ഗൂഢാലോചന ഈ കേസുമായി ഉണ്ടായിട്ടുണ്ടെന്നാണ് കോടതി പറയുന്നത്. കാരണം ഈ കുടുംബത്തിന് ഇതിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട്. അതിന് റെയിൽവേ ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വരെ ഇതിന്റെ ഭാഗമാക്കുകയായിരുന്നു ചെയ്തത്. സ്വകാര്യമായിട്ട്, അതായത് റെയിൽവേ മന്ത്രാലയത്തെ തന്റെ സ്വകാര്യ സ്വത്തായി യാദവ് ഉപയോഗിക്കുകയായിരുന്നു. പൊതുതൊഴിൽ വിലപേശലിനായി ഉപയോഗിച്ച റെയിൽവേ ഉദ്യോഗസ്ഥരെ അടക്കം ഇതിന്റെ ഭാഗമാക്കിയിരുന്നതുകൊണ്ട് റെയിൽവേയിലെ ചില ഉദ്യോഗസ്ഥർക്ക് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബീഹാറിന്റെ വിവിധയിടങ്ങളിൽ ഈ കുടുംബം ഭൂമി വാങ്ങിക്കൂട്ടിയത്. തേജസ്വി യാദവിന്റെയും ലാലു പ്രസാദ് യാദവിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും എല്ലാ പേരിൽ വ്യാപകമായിട്ട് ഭൂമി വിവിധയിടങ്ങളിൽ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഈ ജോലിക്ക് പകരമായി വാങ്ങിയതാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. CBI അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബം ഒരു വലിയ സിൻഡിക്കേറ്റായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ അഴിമതി നടത്താൻ വേണ്ടി ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും, ലാലു പ്രസാദ് യാദവും ഭാര്യയും മക്കളും വലിയ ഒരു അഴിമതിയുടെ ഭാഗമായി എല്ലാവരും ഒരു സിൻഡിക്കേറ്റായി ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ബീഹാറിൽ RJDക്ക് ഭരണമുണ്ടായിരുന്ന സമയത്ത് നടത്തിയത് എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. CBI പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ കേസിൽ ലാലു പ്രസാദ് യാദവും കുടുംബവും കുറ്റക്കാരാണെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി വിധിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് തൗഫീഖ് അസ്ലം നൽകിയത്.